തിരുവനന്തപുരം വെള്ളറട KSRTC ഡിപ്പോയിലെ ബസ്സുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ഗ്യാരേജിനോടുള്ള അവഗണന തുടർന്നിരിക്കുകയാണ്. അധികൃതർ ഇപ്പോഴും ആ ഒരു അവഗണന അധികൃതർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഡിപ്പോ ഗ്യാരേജ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1995 വെള്ളറട ആനപ്പാറ ജംഗ്ഷന് സമീപം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുളം നികത്തി വെള്ളറട ഡിപ്പോയിലെ KSRTC ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജ് നിർമ്മിക്കുന്നത്. എന്നാൽ ബസ്സുകൾ കയറ്റി നിർത്തി അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ റാമ്പുകൾ നിർമ്മിച്ചില്ല. മാത്രമല്ല, കുളം നികത്തി നിർമ്മിച്ചതിനാൽ ഗ്യാരേജിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഉദ്ഘാടന സമയത്ത് പേരിന് ടാറിംഗ് ചെയ്തതൊഴിച്ചാൽ നാളിതുവരെ അതിനെക്കുറിച്ച് അധികൃതർ പിന്നെ ചിന്തിച്ചിട്ടില്ല. സമീപത്തെ ഡിപ്പോകളിൽ നിന്നും ഉൾപ്പെടെ മെയിന്റനൻസിന് എത്തുന്ന ബസ്സുകൾ ചെളിയിൽ കിടന്ന് നശിക്കുന്നതും പതിവ് കാഴ്ച. വെള്ളറട ഡിപ്പോയിലെ മാത്രം 85 പരം ബസ്സുകൾ ഇവിടെ പതിവായി ചെക്കപ്പിന് എത്താറുണ്ട്. 20 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. മഴക്കാലത്ത് വാഹനങ്ങൾ പണിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഇവിടെ KSRTC ആയതുകൊണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട MLA-യുടെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ KSRTC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ ഈ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഡിപ്പോയിൽ ഡീസൽ പമ്പ് നിർമ്മിക്കുമെന്ന് ഉദ്ഘാടനം നടന്നപ്പോൾ അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതും മറന്ന മട്ടാണ്. പമ്പ് അനുവദിച്ചാൽ ഡീസൽ നിറയ്ക്കാൻ 30-60 കിലോമീറ്റർ കാലിയായി വാഹനം ഓടിപ്പോകേണ്ട അവസ്ഥ ഇല്ലാതെയാകും. ഇവിടെ ഡീസൽ ടാങ്ക് ആരംഭിച്ച് KSRTC വാഹനങ്ങളെല്ലാം ഇവിടെ ഡീസൽ അടിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് പറഞ്ഞത്. നാളിതുവരെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 2012-13 കാലഘട്ടത്തിൽ അന്നത്തെ MLA ശ്രീമാൻ T. ജോർജിന്റെ കാലത്ത് ഇവിടെ ഈ ജീവനക്കാർക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഈ ഗാരേജിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ചെളിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ചെളിയിൽ നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. വെള്ളറട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോയിലേക്ക് സർവീസ് ആരംഭിക്കാൻ ആനപ്പാറ ഗ്യാരേജിൽ നിന്നാണ് ബസ്സുകൾ പോകുന്നത്. 3 കിലോമീറ്റർ ദൂരം വരുന്ന ഈ യാത്രക്കിടയിൽ യാത്രക്കാരെ കയറ്റാറില്ല. സർവീസ് തുടങ്ങും മുമ്പ് ടിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന വിചിത്രവാദമാണ് KSRTC അധികൃതർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.